വുമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ പർച്ചേസിന് എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് സൈറ്റ് ടു പർച്ചേസ് ചെയ്യാം. ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും. 24 hours ആയിരിക്കും. അതായത് March 8 24 hours നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ബുക്ക് ചെയ്യുന്ന 10 വിന്നേഴ്സിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന 10 പേര് എടുക്കുന്നുണ്ട്. മൊത്തം 30 പേര് എടുക്കുന്നുണ്ട്. അതായത് ആലപ്പുഴ ഷോപ്പിൽ നിന്ന്, എറണാകുളത്ത് ഷോപ്പിൽ നിന്നും, ഓൺലൈൻ സെക്ഷനിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഓഫറാണ്. വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ഫ്രീ ഷിപ്പിംഗ് ആണ്. താങ്ക് യു. ഈ കോട്ടൺ സെറ്റ്സ് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത്. അതുപോലെ നല്ല നല്ല സെറ്റ്സ് ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ. നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലുമാണ് വന്നേക്കുന്നത്. ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള റേറ്റിലും കിട്ടും. കാരണം ഇത് ഇതാണ് നമുക്ക് വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് കൊറിയർ ചാർജ് ഫ്രീ ആയിട്ടായിരിക്കും. ഷിപ്പിംഗ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലൈമറ്റിന് ബെസ്റ്റ് ആയിട്ടാണ്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. ബുക്കിംഗ്സ് സൈറ്റ് വന്ന് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. ഞാൻ രാവിലെ വീഡിയോയിൽ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, കമൻറ്റ് കണ്ടിരുന്നു, കോട്ടൺസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ കോട്ടൺസ് എടുത്തത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വേണ്ടവരെല്ലാം തന്നെ സൈറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ എഴുതുന്ന കളക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാ നല്ല ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1150 ആണ് റേറ്റ്. ഇങ്ങനെ നല്ല ലെങ്ത്തും വിട്ടുകൊണ്ട് നിങ്ങൾക്ക് 46 or 48 ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫാബ്രിക് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്ന റൈറ്റാണ്. ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സിക്സാക് പാറ്റേൺ ആണ്. ഇങ്ങനെ വരും കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതും ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെ. നല്ല രസമുള്ളൊരു ബ്ലൂ കോമ്പിനേഷൻ. അതിനകത്തേക്ക് ഒരു പേർപ്പിൾ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും ആ ഒരു വർക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ പ്യോർ കോട്ടൺ, നല്ല രസമുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഇത് രണ്ടും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം. കാരണം അതുപോലെ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. ഈ ബോർഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പാറ്റേണും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. 1150 റേഞ്ചുള്ളൂ. രണ്ടും ടോപ്പ് ചെയ്തിട്ട് കോമൺ ദുപ്പട്ട യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാവരും ലെഗിൻസൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആങ്കിൾ ലെങ്ത് ലെഗിൻസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കളർ ഇട്ടാൽ മതി. കുർത്തി സ്റ്റൈലിൽ വേണമെങ്കിൽ ഇടാം. അല്ല ദുപ്പട്ട യൂസ് ചെയ്യുന്നവർക്ക് ദുപ്പട്ട ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് പ്യോർ കോട്ടൺ ആണ്. നല്ല സോഫ്റ്റ് ഫിനിഷിലുള്ള പ്യോർ കോട്ടൺ. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അത്യാവശ്യം തിക്നെസ് ഉണ്ട്. പക്ഷേ ലൈനിങ് ഇട്ടിട്ട് ചെയ്യാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ. കാരണം അതായിരിക്കും കൂടുതൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. 1180 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ പാറ്റേൺ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ, ഇൻഡിഗോ ബ്ലൂ. ഇതുപോലെ ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ്. ഈ ഫ്ലോറൽ പ്രിൻറ്റ് ഒരു പ്രത്യേക ഭംഗി. ഇത് നിങ്ങൾക്ക് ടോപ്പായിട്ട് തയ്ക്കണമെങ്കിൽ ഒരു ചെറിയ ഫ്രോക്ക് പോലെയൊക്കെ ലൈൻ പാറ്റേണിലൊക്കെ തയ്ച്ചെടുക്കുക. ഈ കോട്ടൺ സെറ്റ്സ്, കോട്ടൺ ഫാബ്രിക് നല്ലതാണ് ഇങ്ങനെയൊക്കെ തയ്ച്ചിടാനായിട്ട്. ആലിയക്കട്ടിലൊക്കെ തയ്ച്ചിടാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ ബോട്ടം കണ്ടോ, നല്ല രസമായിരിക്കും. ഇത് വെച്ച് ടോപ്പ് തയ്ച്ച സിക്സാക് പാറ്റേൺ ആയതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി വരുന്നത് 1895 റേഞ്ചിൽ വരുന്നതാണ്. പ്യോർ കോട്ടൺ തന്നെയാണ്. യോക്കിൽ നല്ലൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടൊരു തെപ്ചി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട. പ്യോർ സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഡിഫറെൻറ്റ് പാറ്റേൺ. ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇനി വരുന്നത് കോട്ടൺ, നല്ല സോഫ്റ്റ് ഫിനിഷിലുള്ള കോട്ടൺ. ഒരു കാന്ത വർക്ക് പോലെ ഓൾ ഓവർ പോയിട്ടുണ്ട്. 1080 ആണ് റേറ്റ് വരിക. ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം. അടിപൊളി ഐറ്റാണ്. ബോട്ടം. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു ലിനൻ, സെമി ലിനൻ ഫീലുള്ള ഫാബ്രിക്കാണ്. നല്ല ഫ്ലോറൽ പ്രിൻറ്റ്. 1695 ആണ് റേറ്റ് വരിക. ഇതും നല്ല സോഫ്റ്റായിട്ട് കിടക്കും. ദുപ്പട്ടയൊക്കെ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ബ്ലൂ കളർ ഇതുപോലെ. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഫാബ്രിക്ക് നല്ല രസമാണ് കാണാനും ഇത് ഇടാനും നല്ലതായിരിക്കും. നല്ല കംഫി ഫാബ്രിക്കാണ്. ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ദുപ്പട്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലേസ് ഡീറ്റെയിലിംഗ് പോലെ കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ 1195 റേഞ്ച്. ഇത് എൻ പോർഷനിൽ ഇതുപോലെ ലേസ് ഡീറ്റെയിലിംഗ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലീവ്സിന് എൻഡിലേക്കോ നെക്ക് പാറ്റേൺ ഒക്കെ ചെയ്യാൻ നല്ലതാണ്. ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ കോട്ടൺ ആണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡ്. ഭയങ്കര എലഗൻ്റാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. അമ്മമാർക്കൊക്കെ ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അല്ല ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്കും ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല രസമാണ് കേട്ടോ കളർ കാണാൻ. ഗ്രേഡ് തന്നെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള കളർ.
അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.